പിള്ളേരെ അത് നിങ്ങൾ നടന്ന് അടി കൊടുക്കുന്നതിനാ വെറുതെ. പിന്നെ ഇവരല്ലേ അമ്മ എന്റെ കയ്യിൽ ഗ്ലാസ് പിടിച്ചു വാങ്ങിച്ചത്. കുഴപ്പമില്ല മോളെ, പൊട്ടിയൊന്നുമില്ലല്ലോ എന്തായാലും ഗ്ലാസ്. ഓ ഗ്ലാസ് പിടിച്ചു മേടിച്ചത് ഇനി പറയാനൊന്നും വരില്ല എന്നെ. ആരാ മോളെ വന്നത്? പിള്ളേരെ ആരോ വന്നിട്ടുണ്ട്. ഉമ്മ കിടന്ന് അടി കൂടല്ലേ, നാണക്കേടാ. അല്ല ഇതാര്? അമ്മണിയുടെ അച്ഛനും അമ്മയോ? ഞാനിന്ന് ശാരദയോട് പറഞ്ഞതേ ഉള്ളൂ, അമ്മയുടെ അച്ഛനായി ഗൾഫിൽ നിന്ന് വന്നിട്ടൊന്ന് കണ്ടുപോലും ഇല്ലല്ലോ എന്ന്. 2 ദിവസം കൊണ്ട് വരണമെന്നുണ്ടെന്ന് നടന്നില്ല. രണ്ട് ചേട്ടനാണെങ്കിൽ കുറെ സാധനങ്ങളൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട് ഗൾഫിൽ നിന്ന്. ബാഗിനകത്ത് താഴെ വെച്ചിട്ടുണ്ടേ. അയ്യോ എന്റെ പൊന്നെ, ഓർമ്മിപ്പിക്കല്ലേ. ഞങ്ങൾക്ക് വേണ്ടേ സാധനം ഒന്നും, ഗൾഫിലെ സാധനങ്ങള്. 2 ദിവസം അവിടെ പണി കിട്ടിയ കാര്യം അറിയാലോ. പണി കിട്ടിയ എന്തോന്ന്? അയ്യോ അമ്മയോട് പറഞ്ഞിട്ട് പറയാൻ മറന്നു വരുന്ന കാര്യങ്ങളൊക്കെ. ആ ദിവസം പണി കിട്ടിയ എങ്ങനെയാണെന്നറിയാം. ഇവിടെ അച്ഛൻ കൊണ്ടുവന്ന ചോക്ലേറ്റ് ആണെങ്കിലേ മെൽറ്റായി. എന്നിട്ടായി ഉരുകിയാണെങ്കിൽ അവിടെ മൊത്തം വെള്ളപ്പൊക്കമായി അമ്മന്റെ വീട്ടില്. അങ്ങനെ ആ ദിവസം പണി കിട്ടി. 2ാം ദിവസം ആണെങ്കിൽ എന്താ, ഇവർ അച്ഛനാണെങ്കിൽ പിന്നെ മാംഗോ ജ്യൂസ് കൊണ്ടുവന്നായിരുന്നു, മാംഗോയുടെ ഷേക്ക്. ആ ഷേക്ക് ആണെങ്കിൽ ഇത് പ്രേതത്തിന്റെ ആയിരുന്നു. അതാണെങ്കിൽ അമ്മണിയാണെങ്കിൽ കുടിച്ചിട്ടാണെങ്കിൽ അമ്മണിയാണെങ്കിൽ മാംഗോയുടെ ഷേക്ക് കുടിച്ച് പ്രേതമാണെങ്കിൽ എങ്ങോട്ടൊക്കെ പിടിച്ചോണ്ട് പോയി. പിന്നെ ലാസ്റ്റ് അമ്പലത്തിൽ വെച്ചാ കണ്ടുപിടിച്ചതൊക്കെ. ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ നടന്നു അവിടെ? അയ്യോ എനിക്ക് പറ്റിയൊരു കയ്യബദ്ധം. ഞാൻ ഗൾഫിൽ നിന്ന് കൊണ്ടുവന്ന 2 സാധനങ്ങൾ അങ്ങനെ ആയിപ്പോയി. എന്ന് വെച്ചിട്ട് നിങ്ങൾ മേടിക്കണ്ട, നിങ്ങൾക്ക് ഞാൻ ചോക്ലേറ്റ് മാത്രമേ കൊണ്ടുവന്നുള്ളൂ. ആ ചോക്ലേറ്റ് ഇനി മെൽറ്റായിട്ട് ഇവിടെ മൊത്തം വെള്ളപ്പൊക്കം ആവോ അങ്ങളെ? തരാൻ മോനെ, ഇതങ്ങനെ കുഴപ്പമൊന്നും ഇല്ലാത്ത ചോക്ലേറ്റാ. ഞങ്ങൾ വേണ്ടി വന്നത് ചോക്ലേറ്റ് തരാൻ വേണ്ടി മാത്രമല്ല. ഞങ്ങളാണെങ്കിൽ ബീച്ചിൽ പോവാ. കിങ്ങിണി കുട്ടും കൂടെ വരുന്നുണ്ടോ? നിങ്ങളെ വിളിക്കാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ വന്നത്. ഹായ് ഞങ്ങൾ വരുന്നുണ്ട്. കുട്ടുവൻ കേൾക്കാത്ത താമസം, അവൻ ഇവിടെ തന്നെ ഓടി വരും. ഏത് ബീച്ചിലാ പോന്നേ? നമുക്ക് കോളം വെച്ച് പോയാലോ? വേണ്ട വേണ്ട, കോവളത്ത് പോകണ്ട. കോവളം ബീച്ചിനാണെങ്കിൽ മൊത്തം മദാമ്മമാരെ, അവിടെ പോകണ്ട. നമുക്കാണെങ്കിൽ ശംഖുമുഖത്ത് പോകാം. ശംഖുമുഖത്ത് പോയപ്പോ അടുത്ത് നമുക്കാണെങ്കിൽ ഒരു കാര്യം ചെയ്യാമേ, പെരുമാത്ര ബീച്ചിൽ പോവാം. എന്നാ പെരുമാറ, എനിക്ക് പെരുമാറ, നമുക്ക് അവിടെ പോകാം. നിങ്ങൾ ഓക്കെ അല്ലേ മക്കളെ? ഞങ്ങൾക്ക് ഏത് വെച്ചാലും കുഴപ്പമില്ല, ഞങ്ങൾ വരും. ഇന്നലെ നടന്ന സംഭവത്തിന്റെ കാര്യങ്ങളൊക്കെ കേട്ടപ്പോഴത്തേക്ക് നാണിയമ്മയുടെ മുഖം മാറിയില്ലല്ലോ. എന്താ വിഷമിച്ചിരിക്കുന്നേ? ഇന്നലത്തെ കാര്യം കേട്ട് ഞാൻ ഞെട്ടിപ്പോയി. ഗൾഫിൽ നിന്ന് കൊണ്ടുള്ള സാധനം ഇങ്ങനെ ചതിച്ചെന്ന് കേട്ടപ്പോഴത്തേക്ക് പെട്ടെന്നൊരു ഞെട്ടല്ല. അതാ. എന്നാ പിന്നെ നമുക്ക് എല്ലാവർക്കും കൂടെ പോകാം. ആ ചെല്ല്, സൂക്ഷിച്ചു പോണേ. പണി കിട്ടുന്ന കാര്യം കേട്ട് കേട്ട് പേടിയായില്ലേ? അതുകൊണ്ടല്ലേ ഈ പിള്ളേര് ഭയങ്കര വികൃതി, അതുകൊണ്ടാ പറഞ്ഞേ. ഓ പാവം, അവർ അച്ഛൻ അറിഞ്ഞുകൊണ്ട് കൊണ്ടുവന്നൊന്നുമല്ലല്ലോ ആ സാധനങ്ങൾ ഗൾഫിൽ നിന്നേ. അത് അവരാരോട് ചതിച്ചതാ ഗൾഫിലുള്ളവര്. എന്നാലും അതൊരു അപാര സംഭവമായി പോയി. ഞാൻ ഈ ബീച്ചിലൊക്കെ വന്നിട്ട് ഇപ്പൊ എത്ര വർഷമായി? ഇവരിടയ്ക്കൊക്കെ വരും ഈ പിള്ളേര്. പിള്ളേർ ഒറ്റയ്ക്കല്ല, കിങ്ങിനിയുടെ അച്ഛനും അമ്മയും അങ്ങനെ എല്ലാരും കൂടെ. ഞാൻ പിന്നെ ബ്യൂട്ടി പാർലറിൽ പോകുന്ന എനിക്ക് സമയമില്ലല്ലോ. ആഹാ ഇവന് ആള് കൊള്ളാമല്ലോ. നിങ്ങൾ ഈ പിള്ളേരെ വെച്ചോണ്ട് എന്തിനാ ഇപ്പൊ ഈ കടൽ തീരത്ത് നിക്കുന്നേ? എന്ത് പറ്റി? മറ്റേ സുനാമി മറ്റോ വരും ഇപ്പോ. അപ്പൊ നിങ്ങൾ അറിഞ്ഞില്ല സംഭവം? എന്താ പറ. ഇവിടെ സിസാക്കാറ്റ് വീശാൻ സാധ്യതയുണ്ടെന്നാ പറഞ്ഞത്. സിസാക്കാറ്റോ? ആഹാ, അപ്പൊ നിങ്ങൾ വാർത്ത ശ്രദ്ധിച്ചില്ലല്ലേ? ഇപ്പൊ ഒരു 2 മണിക്കൂർ ആയതുള്ളൂ ആ വാർത്ത വന്നിട്ട്. ഒരു സിസാന്ന് പറഞ്ഞിട്ടൊരു കാറ്റുണ്ട്. ആ കാറ്റേക്ക് നമ്മളെല്ലാം അടിച്ചു പറത്തി മൂളി കൊണ്ടുപോകും. അയ്യോ, അതുകൊണ്ടൊന്ന് കടൽ തീരത്ത് ആള് കുറവന്നല്ലോ. അയ്യോ ചേട്ടൻ, നമുക്കൊന്ന് പെട്ടെന്ന് പോകാം. നിങ്ങൾ സിസാക്കാറ്റിനെ പറ്റിയാണോ പറയുന്നത്? അതെ അതെ, അറിഞ്ഞിരുന്നോ വാർത്ത? ആ വാർത്ത കേട്ടായിരുന്നു. അതങ്ങനെ വലുതായിട്ട് വീശത്തൊന്നുമില്ലെന്ന്, ചെറിയ കാറ്റാ. അങ്ങനെ നമ്മളെ കടത്തിക്കൊണ്ട് പോകത്തൊന്നുമില്ല. അപ്പൊ നമ്മളിവിടെ നിൽക്കുന്നോണ്ട് തടസ്സമൊന്നും ഇല്ലല്ലോ? കുഴപ്പമൊന്നുമില്ല, ഇവിടെ നിന്നോ. ഹായ്, നൈസ് ടു മീറ്റ് യു. എന്താ പേര്? എന്റെ പേര് ശൃംഗ. അത് കുഴപ്പമില്ലാത്ത കാറ്റാണെങ്കിൽ പിന്നെ വേറെ ആരെയും കാണുന്നില്ലല്ലോ കടൽ തീരത്ത്. നമ്മളീ 1-2 പേരല്ലേ ഉള്ളൂ. അതിന് ഒരുപാട് പേടിയുള്ളവർ ഓടിപ്പോയേക്കുന്നേ. കുട്ടിയുടെ വീട് എവിടെയാ? എന്റെ വീട് ഇവിടെ അടുത്താ, ഒരു 5 കിലോമീറ്റർ ആണ് വീട്ടിലോട്ട്. ഇങ്ങനെ ഇതൊക്കെ വെച്ചൊന്ന് ആപ്പിനോട് ചോദിക്കേണ്ട കാര്യം, വീട് എവിടാന്നൊക്കെ. ചേട്ടാ നമുക്ക് പെട്ടെന്ന് പോകാം. കുട്ടി ഒറ്റയ്ക്കാണോ വന്നേ? ഞാൻ ഒറ്റയ്ക്ക് വെറുതെ ടൈം പാസിന് വേണ്ടിട്ട് വന്നതേ ഉള്ളൂ കടൽ തീരത്ത്. ഇങ്ങനെ ഗൾഫിൽ പോയിട്ട് വന്നപ്പോഴത്തേക്ക് സ്വഭാവം മാറിപ്പോയല്ലോ. ചേട്ടാ നിങ്ങൾക്ക് ജീവൻ വേണമെങ്കിൽ നിങ്ങൾ ഓടിപ്പോവാൻ നോക്ക്. അത് തന്നെ ഞാനും പറഞ്ഞത്, പെട്ടെന്ന് വീട്ടിലോട്ട് പോകാമെന്ന്. അതിനാ ഈ ചേട്ടൻ ഇവിടെ സംസാരിച്ചിട്ട് നിന്നോളൂ വെറുതെ. ഞാനെന്തായാലും പോട്ടെ എന്റെ ജീവനും കൊണ്ട്. പിള്ളേരെ ഇങ്ങോട്ട് കയറി, നമുക്ക് പോകാം. എടി 5 മിനിറ്റ് കഴിഞ്ഞിട്ട് പോകാടി. പിന്നെ 5 മിനിറ്റ് ജീവൻ വേണമെങ്കിൽ ഓടി രക്ഷപ്പെടാൻ നോക്കും മനുഷ്യനെ. കുട്ടി വർക്ക് ചെയ്യുന്നുണ്ടോ? ഉണ്ട്. ഞാനൊരു പ്രൈവറ്റ് കമ്പനിയിലാണ് വർക്ക് ചെയ്യുന്നത്. പിള്ളേർ നിങ്ങൾ വരുന്നുണ്ടോ? ഞാൻ പോവാം. പിള്ളേർ ഇപ്പൊ സിസാക്കാറ്റ് വീശുവെന്ന്. ആ സിസാക്കാറ്റ് വന്നു കഴിഞ്ഞാൽ നമ്മളെല്ലാം പറത്തിക്കൊണ്ട് പോകുന്നു. ഇപ്പൊ ഒരാൾ വന്ന് പറഞ്ഞു. കണ്ടോ, ആ കാറ്റ് വീശി തുടങ്ങി. ഈ മനുഷ്യൻ എപ്പോഴാ പറഞ്ഞ പോകാന്ന്?
എനിക്കറിയത്തില്ല, ഞാൻ എപ്പോഴും വിളിച്ചത് ഈ മനുഷ്യനെ വീട്ടിൽ പോവാന്ന്. ഇതെന്താണ് അമ്മണി, നിങ്ങൾ അച്ഛൻ എവിടെ പരിപാടി അവതരിപ്പിച്ചാൽ ഇതാന്നല്ല അവസ്ഥ? അയ്യോ ഞാൻ ഓടട്ടെ. കണ്ടോ, ആ പെണ്ണ് ഓടി സ്ഥലം വിട്ടത്. ഇപ്പൊ നമ്മൾ മാത്രമായി ബാക്കി. അയ്യോ, ഞങ്ങൾ എല്ലാവരും ചേട്ടൻ പറന്നു പൊങ്ങി. ഇപ്പൊ ഞാനും കൂടെ പൊങ്ങിയല്ലോ, ഇപ്പൊ സമാധാനമായോ? അത് കൊള്ളാം. ഇപ്പൊ ഞാനൊന്നും അതിന് കാരണക്കാരി. ഞാൻ എപ്പോഴും പറന്നു പൊങ്ങിയാണല്ലോ, പക്ഷെ ഒരുപാട് ദൂരത്തോട്ട് പൊങ്ങി പോകുന്നില്ലല്ലോ. ശരിയാണ്, നമ്മൾ അതിന്റെ ഒരു ലെവലിൽ വന്ന് നിൽക്കുവാന്നല്ലോ. ഒരുപാട് പൊങ്ങി പോകുന്നില്ലല്ലോ. ശരിയാണോ, എനിക്ക് തോന്നുന്നു രസമുണ്ടെന്ന്. അമ്മയുടെ അച്ഛനും അമ്മയും എപ്പോഴും പേടിച്ച് നിൽക്കുക. ആന്റി പേടിക്കണ്ടെങ്കിൽ നമ്മൾ ഒരുപാട് മുന്നോട്ട് പോകുന്നില്ലല്ലോ. അത് ശരിയാ പിള്ളേരെ, നിങ്ങൾ പറഞ്ഞപ്പോൾ ഞാൻ ശ്രദ്ധിച്ചത്. ഹായ്, രസമുണ്ടല്ലേ, നമുക്ക് വായക്കൂടി ഇങ്ങനെ നടക്കാൻ പറ്റുന്നുണ്ടല്ലേ. ഇതൊക്കെ നമ്മൾ പറവയെ പോലെ അതിൽ പറന്ന് നടക്കുന്നിപ്പോ. ഹായ്, ഒരാൾക്ക് എങ്ങോട്ട് വേണമെങ്കിലും പറക്കാമല്ലോ. ഇത് ഞാൻ നോക്കട്ടെ. നമ്മുടെ ശരീരത്തിൽ എനിക്ക് ഭാരം തോന്നുന്നേ ഇല്ലല്ലേ. ശരി മോളെ, വെയിറ്റ് ഒട്ടും തോന്നുന്നില്ല. ഞാൻ ഭൂമിയിലോട്ട് കാല് ചവിട്ടാൻ നോക്കിയിട്ട് പക്ഷെ പറ്റുന്നില്ല. ഹായ്, നമുക്കത് കുറേ നേരം ഇങ്ങനെ പറന്ന് നടക്കാൻ രസമുണ്ട്. ഹേയ്, ജിഞ്ചിലിക്കാ, ജിഞ്ചിലിക്കാ, ജിഞ്ചിലിക്കാ. എടാ, പാട്ട് പാടി നടന്ന് എപ്പോഴും നമ്മൾ അടിച്ചു പറത്തിയെന്ന് അവസ്ഥ ഉണ്ടെന്ന് അറിയത്തില്ല. അയ്യോ, അങ്ങനെ സംഭവിക്കോ? എനിക്ക് തോന്നുന്നില്ല അങ്ങനെ സംഭവിക്കുന്നു. കുറെ നേരമായില്ലേ ഇപ്പൊ നമ്മളിങ്ങനെ പറന്ന് നടക്കാൻ തുടങ്ങിയിട്ട്. വേറെ ആൾക്കാരൊന്നും പക്ഷെ ഇവിടെ ഒന്നും കാണാനില്ലല്ലോ. എല്ലാരും പേടിച്ച് ഓടി വീട്ടിൽ കയറി ഇരിക്കുക. പക്ഷെ നമുക്ക് മാത്രമല്ല അറിയത്തുള്ളൂ രസമുള്ള കാര്യം. അത് ശരിയാ ചേട്ടൻ പറഞ്ഞത്. ആ കാറ്റ് ഇല്ലാതാകുമെന്ന് തോന്നുന്നു കേട്ടോ. അയ്യോ, ആ കാറ്റ് പോയിട്ടെങ്കിൽ പിന്നെ നമ്മൾ എങ്ങനെ പറന്ന് നടക്കും? അത് കുഴപ്പമില്ല കൊണ്ടു, നമ്മൾ ഇത്രയും പറന്ന് നടന്നില്ലേ. അയ്യോ, അങ്ങനെ നമ്മൾ എല്ലാരും ഇവിടെ വന്ന് വീണല്ലോ. എന്തായാലും തറയിലൊന്നും വീണില്ലല്ലോ. ആർക്കൊന്നും പറ്റിയില്ലല്ലോ. അല്ല, അങ്ങനെ നമ്മൾ ഒരുപാട് പൊക്കത്തൊന്നല്ലല്ലോ വന്ന് വീണത്. അത് ശരിയാ, പക്ഷെ നല്ല രസം ഉണ്ടായിരുന്നില്ലേ. അപ്പൊ ഇതായിരുന്നു സിസാക്കാറ്റ്. എടി അമ്മണി, അങ്ങനെ നിന്റെ അച്ഛൻ വന്നിട്ട് ഒരു കാര്യം സക്സസ് ആയല്ലോ.